ഹായ്, വയലറ്റ് വിഷസിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുട്ടി ജേണലിങ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരു പർപ്പിൾ തീം ജേണലിങ്. ഈ ബുക്ക് എൻ്റെ പണ്ടത്തെ ഒരു കളറിങ് ബുക്കാണ്. അപ്പോൾ ഇതിന് തന്നെ തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൊരു പേജ് സെലക്ട് ചെയ്തു. ഈ ബുക്കുണ്ടല്ലോ, ഈ ബുക്കിൽ ഞാൻ വെറുതെ പെയിൻറ്റൊക്കെ ചെയ്യില്ലേ, അതിൻ്റെ ബാക്കി വരുന്ന പെയിൻറ്റുകളൊക്കെ ഇതിൽ വെറുതെ അടിച്ചിടും. അപ്പോൾ നമുക്കിതിൽ കളറിങ് പേപ്പർ കിട്ടാൻ വേറെ വഴി നോക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ പർപ്പിൾ തീം എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു പർപ്പിൾ പേജ് ഞാൻ അതിൽ നിന്ന് കീറിയെടുത്തു. എന്നിട്ട് അതിനെ ഡയഗണലി നമ്മൾ മുറിച്ചെടുത്തു. എന്നിട്ടിത് രണ്ട് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പർപ്പിൾ തീം ആയതുകൊണ്ട് തന്നെ ഈ ഒരു കളർ അതിന് നല്ലൊരു മാച്ച് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മാച്ച് ആകുമായിരിക്കും, നമുക്ക് നോക്കാം. അങ്ങനെ ഒരു സൈഡ് ഒട്ടിച്ചു, എന്നിട്ട് വേറൊരു സൈഡ് എടുക്കുന്നു, ഒട്ടിക്കുന്നു. അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ച് പോളറൈഡ്സോ അല്ലെങ്കിൽ ഒരു ഫ്രെയിമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റിക്കേഴ്സും പോളറോയിഡ്സും ഒക്കെ ഇപ്പോൾ കുറച്ചുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സെലക്ട് ചെയ്യാം. ഈ ഫ്രെയിം ഒരു പർപ്പിൾ തീം അതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ എടുത്തു. പിന്നെ വല്ല ഗ്രിഡ് ലൈൻ പേപ്പർ ഉണ്ടോയെന്നായിരുന്നു ഞാൻ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അവസാനം ഒരു ഗ്രിഡ് ലൈൻ പേപ്പർ പർപ്പിൾ കളർ ഭാഗ്യത്തിന് കിട്ടി. അങ്ങനെ അത് സെലക്ട് ചെയ്ത് ഇതെടുത്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ആ ഗ്രീൻ ലൈൻ പേപ്പേഴ്സിനെ ഹാഫാക്കി കട്ട് ചെയ്തിട്ട് വീണ്ടും ഒരു ഹാഫാക്കി കട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ 4ൽ ഒരു ഭാഗം. അങ്ങനെ അതിൻ്റെ 2 ഭാഗം നമ്മളെടുക്കുന്നു. ബാക്കി ഹാഫ് നമുക്ക് എടുത്ത് വെക്കാം, വേറെ വല്ല ജേണലിങ്ങിലും ഉപയോഗിക്കാമല്ലോ. അതിനുശേഷം നമ്മൾ ആ ഫ്രെയിം ഒട്ടിച്ചു കൊടുക്കുന്നു. അതിൻ്റെ എഡ്ജസിലായിട്ട് നമ്മുടെ ഗ്രിഡ് ലൈൻ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യാം. ഭംഗിയുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയാണ് നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കുന്നത്. സ്റ്റിക്കേഴ്സ് എന്ന് വെച്ചാൽ നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ്. അപ്പോൾ സ്റ്റിക്കേഴ്സിന് എൻ്റെ കയ്യിൽ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിൽ നിന്ന് പർപ്പിൾ തീമിന് മാച്ച് ഉള്ളത് എങ്ങനെയെന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് ഓരോന്നും നമുക്ക് നമ്മുടെ ജേണലിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. സോ ഇതാണ് എൻ്റെ കുറച്ച് ഉള്ള ഒരു സ്റ്റിക്കർ കളക്ഷൻസ്. അതിലൊരു പർപ്പിൾ തീം ഒരു ഗേൾ എന്തായാലും വേണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഗേളിനെ ഒട്ടിക്കാൻ. അങ്ങനെ ഒരു ഗേളിനെ സെലക്ട് ചെയ്തു. പിന്നെ നമ്മുടെ ഈ ക്യൂട്ട് ക്യാമറയില്ലേ അതിനെ സെലക്ട് ചെയ്തു. പിന്നെ ഒരു ലെറ്റർ, ഒരു ലാവൻഡർ ഒരു തീം വരുന്നത് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഒരു ഹാർട്ട്, 2 ബട്ടർഫ്ലൈ, വേറൊരു ലാവൻഡർ പൂവ്, അങ്ങനെയൊക്കെ ആയിട്ട് അതിനെ സെലക്ട് ചെയ്ത് ഞാൻ ഇതിൽ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം ഇതെങ്ങനെ പോകുമെന്നുള്ളത്. അടുത്തതായിട്ട് ഇതൊക്കെ എവിടെ എങ്ങനെ ഒട്ടിക്കണം എന്നുള്ളതൊക്കെയാണ് കേട്ടോ. ഗേളിനെ എവിടെ ഒട്ടിക്കണം ലാസ്റ്റ് ഞാൻ തീരുമാനിച്ചു ആ ഫ്രെയിമിൻ്റെ നടുക്കില്ലേ സെൻറ്ററായിട്ട് ഗേളിനെ ഒട്ടിച്ച് നല്ല ഭംഗിയുണ്ടാകുന്ന കരുതിയിട്ട് അങ്ങനെ ഗേളിനെ അവിടെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ എന്തോ എനിക്കിഷ്ടമായി. പിന്നെ ആ ലെറ്ററിനെ അവിടെ സ്പേസ് ഒഴിഞ്ഞ് കിടക്കുന്നില്ലേ അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ലാവൻഡർ ഫ്ലവറിനെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ ആ ക്യൂട്ട് ക്യാമറയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ക്യാമറ, ഇൻസ്റ്റാ ക്യാം, ഞാനത് സെൻറ്ററിലായിട്ട് അതിനെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ മൊത്തത്തിൽ എന്തോ എനിക്ക് ഇഷ്ടമായി. നല്ല പർപ്പിൾ തീമായിട്ട് വരുന്നില്ലേ. പിന്നെ നമ്മുടെ 2 ബട്ടർഫ്ലൈ ഇല്ലേ അതിനെയും പിന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന പർപ്പിൾ ഹാർട്ടില്ലേ അതിനെ ഞാൻ ഒട്ടിച്ചു കൊടുത്തു. നല്ല രസമുണ്ട്. പിന്നെയാണ് ഞാൻ ആലോചിച്ചത് നമ്മൾ വാഷി ടേപ്പ് എവിടെ ഒട്ടിച്ചിട്ടില്ല. അപ്പം ഞാനൊരു പർപ്പിൾ വാഷി ടേപ്പിൻ്റെ എടുത്തു. എന്നിട്ട് കോർണറിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് വലിയ താല്പര്യമായില്ല, എന്നാലും ഓക്കെ, നമ്മളെന്തായാലും ആദ്യത്തെ അല്ലേ, ഇമ്പ്രൂവായി വരുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ പർപ്പിൾ വാഷി ടേപ്പ് ആ കോർണറിൽ ഒട്ടിച്ചു കൊടുത്തു. അതിന് ശേഷമാണ് ഞാൻ ആലോചിക്കുന്നത് ഇതിലെന്തെങ്കിലും എഴുതണ്ടേ, എന്തെങ്കിലും ഒരു കോട്ട്സ് പോലെ. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ എന്തൊട്ടിക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ സ്റ്റിക്കേഴ്സിലെ ഫസ്റ്റ് ലൈനിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സ്റ്റാർട്ട് ഡൂയിങ് തിങ്സ് യു ലവ്.
അത് കൊള്ളാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് തന്നെ എടുത്ത് അത് കട്ട് ചെയ്ത് ഒരു 4 പീസസ് ആക്കിയിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ എനിക്കെന്തോ അത് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, ഫസ്റ്റ് വോയിസ് ഓവറാണ്. എനിക്കൊരു ഐഡിയ ഇല്ല വീഡിയോ എങ്ങനെ എടുക്കണ്ടേ, എന്താ ചെയ്യണ്ടേ എന്നൊക്കെ. പിന്നെ ഒരു ആഗ്രഹം കൊണ്ടങ്ങോട്ട് ചെയ്ത് പോണ്. നിങ്ങളൊക്കെ ഒന്ന് സഹായിക്കുന്നു, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെ അതാണ് നമ്മുടെ ജേണലിൻ്റെ പർപ്പിൾ തീം ജേണലിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണേ. ഓക്കെ, ബൈ.